ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പഴയൊരു കാർ സ്റ്റീരിയോ. നമ്മളെ ഒന്ന് റീസ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇത് മുഴുവൻ ഡാമേജായി പോയി പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു പഴയൊരു പെട്ടിക്കകത്ത് കിടന്നൊരു സാധനമാണ്. ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ ഈ ഒരു പാനലൊക്കെ അഴിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പാനലിലേക്ക് നമ്മൾ പുതിയ പാനലാണ് വെക്കുന്നത്. നമ്മൾ ജി സ്റ്റാറിൻ്റെ പാനലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു ആംപ്ലിഫയർ നിങ്ങൾക്ക് കാണാം, ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ്, ഒരു TDA 7388 IC വെച്ചിട്ടുള്ളൊരു ആമ്പാണിത്. നമ്മളിതെല്ലാം ഒഴിവാക്കുകയാണ്. നമ്മൾ ഒരു കവറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ആമ്പ് കാരണം ഈ ഒരു ആമ്പ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ കൂടി വേണം. ഇതിൻ്റെ ഫ്രണ്ട് പാനലൊക്കെ പോയതാണ്. ഇതിൽ ഈ ഒരു ICയും നല്ലതാണോന്ന് അറിയില്ല, കുറേ നാളായിട്ട് കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഞാനിത് കവറൊക്കെ ഒന്ന് അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനലിൽ നിന്നുള്ള ഈ ഒരു ബോർഡ് അഴിച്ചു മാറ്റാം. നമ്മുടെ ഈ ഒരു കവറിലേക്ക് കവർ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ആക്രിലിക് ഷീറ്റിലേക്കാണ് നമ്മുടെ പുതിയ പാനലിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്, ഈ ഒരു ഭാഗം, ഈ മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാനത് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്കൊരു ആക്രിലിക് ഷീറ്റാണ് ഫ്രണ്ട് പാനൽ പിടിപ്പിക്കുന്നതിന് വെക്കുന്നത്. ഇതാണ് ഒരു ആക്രിലിക് ഷീറ്റ്. ഇത് നമ്മുടെ പാനലിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഹോളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ കവറ് ഇതുപോലെ വെച്ചുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാനൽ പിടിപ്പിക്കുന്നതിനുള്ള ആക്രിലിക് ഷീറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ 4 സൈഡിലുമായിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം, നമുക്ക് ഒന്ന് വെച്ച് മുറുക്കുന്നതിന് വേണ്ടി. ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പൊളിച്ച് മാറ്റുകയാണ്. അതിനുശേഷം 4 ഹോൾ ഇട്ട് കൊടുക്കുന്നു. ചെറിയ ഹോൾ മതി, നമുക്ക് സ്ക്രൂ ഇട്ട് മുറുക്കുന്നതിന് വേണ്ടി മാത്രം ചെറിയൊരു ഹോൾ കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ പാനൽ പിടിപ്പിക്കാം. ഇതൊരു ലേറ്റസ്റ്റ് മോഡൽ പാനലാണ്. ഇതിൽ എന്താ പറയുക, ഇതിന് വിളിച്ചു പറയുന്നൊരു പാനൽ തന്നെയാണിത്. അതായത് USB, FM അതുപോലെ കാര്യങ്ങളെല്ലാം അത് ഓൺ ആവുന്ന സമയത്ത് വിളിച്ചു പറയും പവർ ഓൺ എന്നുള്ള അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാനലല്ല ഇത്. നിലവിൽ ഇതെല്ലാം ഉള്ള ഒരു പാനൽ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പാനൽ വെക്കുമ്പോൾ നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരു ഡീകോഡർ സ്വിച്ച് അടക്കമുള്ള ഒരു കൺട്രോളാണ് വരുന്നത്. കൂടാതെ ഇതിന് ബാസ് ട്രബിൾ ബോർഡ് സെപ്പറേറ്റ് വെക്കേണ്ടതില്ല. ഇതിൽ ബാസ് ഉണ്ട്, ട്രബിളും ഉണ്ട്. അതുപോലെ മൈക്കിൻ്റെ ഒരു സ്ലോട്ട് ഡയറക്റ്റ് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ മൈക്ക് കണക്ട് ചെയ്ത് നമ്മൾ കരോക്കെ ഇട്ട് പാടുമ്പോൾ ഇതിൽ എക്കോ ഇടുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ളൊരു ബോർഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ബോർഡ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കാർ സ്റ്റീരിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്കൊരു മൈക്ക് നിലവിൽ വെച്ചു കൊടുക്കുന്നില്ല. മൈക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാനൽ ഇതിലേക്ക് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വയറുകൾ കണക്ട് ചെയ്യാം. അതിനു മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. ഒരു പവർ LED വെക്കേണ്ടതുണ്ട്. ഈ ഒരു ഹോളിലേക്ക് പവർ LED വെക്കുകയാണ്, ഈ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട്. ആ ഒരു LED ഞാനൊന്ന് ഉരച്ചെടുത്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ഗ്ലാസ് ടൈപ്പാണ് ഈ ഒരു LED. അപ്പോൾ നമ്മൾ അത് കണ്ണിലേക്ക് അടിച്ചാൽ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാനതൊന്ന് കുറച്ച് സ്മൂത്ത് ആക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വയറുകൾ കണക്ട് ചെയ്യുകയാണ്, ഒന്ന് റെഡും ഒന്ന് യെല്ലോയും. ഞാൻ ഓരോ ഡയോഡ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഒരു 3 ആമ്പിൻ്റെ 2 ഡയോഡ് എടുത്തിട്ട് ഓരോ വയറിൻ്റെ അറ്റത്ത് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്വിച്ചിലേക്ക്, നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള പവർ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഈ 2 വയറുകൾ. ഒന്ന് യെല്ലോ, ഒന്ന് റെഡ്. ഇതിപ്പോൾ 2 വയറിൻ്റെ ആവശ്യമില്ല, ഒരു വയർ സെപ്പറേറ്റ് നമ്മളൊരു സ്വിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വയർ ആയാലും മതി. ഞാനിതിപ്പം ഇഗ്നീഷനിൽ നിന്നുള്ള ഒരു വയർ കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു യെല്ലോ വയറും കൂടി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നിന്നും നമ്മുടെ ആമ്പിലേക്ക് ഔട്ട് എടുക്കുന്നത്, സ്വിച്ച് ഓൺ ആകുമ്പോൾ ഒരു 12 വോൾട്ട് സപ്ലൈ കിട്ടുന്നതിന് വേണ്ടി ഒരു വയർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഒരു LED-യിലേക്കുള്ള ലൈൻ കൊടുക്കാം. ഒരു 1K റെസിസ്റ്റർ ഇട്ടാണ് ഞാൻ ഈ ഒരു LED-യിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത്. അതും ആ ഒരു സ്വിച്ചിൽ നിന്ന് തന്നെയാണ് അതിലേക്കുള്ള പോസിറ്റീവ് കണക്ഷൻ എടുത്തിട്ടുള്ളത്. കൂടാതെ ഇനി അതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ, LED-യുടെ നെഗറ്റീവിൽ നിന്ന് ഒരു ബ്ലാക്ക് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോൾഡർ ചെയ്ത് ബാക്കിയുള്ള LED-യുടെ ലെഗ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ആക്രിലിക് ഷീറ്റ് നമുക്ക് ഈ ഒരു കവറിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു അല്പം ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട്
ഒന്ന് ഒട്ടിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ ഭാഗവും ഒരുപോലെ ഇതിൽ അമർന്നിരിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ 4 സൈഡിലും ഓരോ സ്ക്രൂ മാത്രമാണ് വെക്കുന്നത്. നമ്മൾ ഇതിൽ USB ഒക്കെ കുത്തുന്ന സമയത്ത്, പെൻഡ്രൈവ് ഒക്കെ കുത്തുകയോ ഊരുകയും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് കൃത്യമായിട്ട് എല്ലായിടത്തും ഒട്ടിയിരിക്കുന്നതിന് വേണ്ടി അല്പം ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വളരെ നീറ്റായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് പാനൽ തന്നെ റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി 4 സൈഡിലും ഓരോ സ്ക്രൂ ഇട്ട് മുറുക്കി കൊടുക്കുക. ഇത്രയും ആയാൽ നമ്മുടെ ഫ്രണ്ട് പാനൽ റെഡിയായി. ഫ്രണ്ട് പാനലിൻ്റെ പണി തീർന്നിരിക്കും. ഇനി ഞാനിപ്പോൾ ഇതിലേക്കൊരു 4440ൻ്റെ IC, ഡുവൽ IC വെച്ചിട്ടുള്ള ഒരു ആമ്പാണ് പിടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ കാണാം, ഇതിൽ ബാസ് ട്രബിൾ എക്സ്ട്രാ ഇല്ല. ബാസ് ട്രബിൾ ഇല്ലാത്ത ഒരു ആമ്പാണ് ഞാനിതിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു 4440 വെച്ച് ചെയ്യാനായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു TDS സീരീസിലുള്ള ഒരു 7265 അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു IC ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ എന്നാൽ ഇതിൻ്റെ കസ്റ്റമർക്ക് പെട്ടെന്ന് സെറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ICയും അതുപോലുള്ള ബോർഡുകൾ ലഭ്യമല്ലാതെ വന്നപ്പോൾ ഞാൻ പിന്നെ ബോർഡ് ഉണ്ടാക്കി ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പെട്ടെന്ന് ഇത് കൊടുക്കേണ്ടതുകൊണ്ട് ഈ ഒരു 44 ബോർഡ് വെച്ച് ചെയ്യുന്നതാണ്. ഇതല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. TDS സീരീസിലുള്ള IC ഉപയോഗിച്ചുകൊണ്ട് കാർ സ്റ്റീരിയോ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. കാരണം അത് സൗണ്ട് ക്വാളിറ്റി 4440 മോശമാണെന്നല്ല പറഞ്ഞ്, ഇതിനെക്കഴിഞ്ഞും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു ആമ്പാണ് TDS സീരീസിനുള്ളത്. ഇനി ഇതിലേക്കുള്ള പവർ സപ്ലൈ കൊടുത്തു. നമ്മുടെ സ്വിച്ചിൽ നിന്നുള്ള പവർ സപ്ലൈ നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ വയറുകളെല്ലാമായി. സ്വിച്ചിൽ നിന്നും 2 വയറുകൾ, സ്വിച്ചിലേക്കുള്ള 2 വയറുകളും അതുപോലെ സ്വിച്ചിൽ നിന്ന് ആമ്പിലേക്കുള്ള ഒരു വയറും കൊടുത്തു. അതുപോലെ ഇനി ഒരു ആമ്പിൽ നിന്ന് ഒരു ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു വയർ കൂടി കൊടുക്കാനുള്ളത്. ഈ ഒരു 3 വയർ കാണുന്നത് നമ്മുടെ ആമ്പിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ഗ്രൗണ്ടും ലെഫ്റ്റ് റൈറ്റ് ചാനലുകളും നമ്മുടെ ഫ്രണ്ട് പാനലിൻ്റെ ഔട്ടിൽ നിന്നും ആമ്പിലേക്കുള്ള ഇൻപുട്ട്. ഈ ഒരു അറ്റത്തൊരു സോക്കറ്റൊക്കെ ഉള്ളൊരു വയറാണ്, കണക്ടറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു USB കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു വയറാണ്. അത് ഞാനത് കണക്ട് ചെയ്തിരിക്കും. ഇനി നമ്മുടെ സ്പീക്കർ വയറുകൾ കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ലെഫ്റ്റ് ചാനലിന് ഞാൻ സ്പീക്കർ വയറുകൾ കണക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ 4440 ബോർഡ് ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ 4440 IC വെച്ചിട്ടുള്ള ബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓരോ ലെഗിലും നമ്മൾ കണക്ട് ചെയ്യുന്നതും ഓരോ വയറിൻ്റെ കണക്ഷനുകളും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആവർത്തന വിരസത ഉണ്ടാകണ്ടെന്ന് കരുതിയാണ് ഞാനിത് പെട്ടെന്ന് സോൾഡർ ചെയ്ത് വിടുന്നത്. ഇപ്പോൾ സ്പീക്കർ വയറുകൾ 2 ചാനലിൻ്റെ സ്പീക്കർ വയറുകൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വയറുകളൊക്കെ ഒന്ന് ടൈ ചെയ്ത്, ഇപ്പോൾ ചെയ്തിടത്തോളം വയറുകൾ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആൻറ്റിനയുടെ വയറാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. അതായത് ഇതിൽ ഉള്ള FM റേഡിയോ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇതിലൊരു ആൻറ്റിന, ഈ പാനലിൽ ആൻറ്റിന INT എന്ന് എഴുതിയിട്ടുണ്ട്. ആൻറ്റിന കൊടുക്കേണ്ട സ്ഥലത്ത് അതിൽ നിന്നും ഒരു വയർ ആൻറ്റിനയ്ക്ക് വേണ്ടി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കവറിൽ തന്നെ ഒരു ആൻറ്റിനയുടെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. കാർ സ്റ്റീരിയോ ആയതുകൊണ്ട് നമ്മൾ ഇതിലെല്ലാം സോക്കറ്റുകളായിരിക്കും. അപ്പോൾ ഈ ഒരു സോക്കറ്റിലേക്ക് ഞാൻ പോസിറ്റീവ് കൊടുക്കുകയാണ്. ആൻറ്റിനയുടെ ഗ്രൗണ്ട് നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ കണക്ട് ചെയ്യാം. സ്റ്റീരിയോയുടെ ഈ ഒരു പാനലിൻ്റെ ഗ്രൗണ്ടിലേക്ക് തന്നെ കൊടുത്താലും മതിയാവും. അതിനുശേഷം നമ്മുടെ ഒരു കവർ, ഇപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു കവർ, അതായത് നമ്മുടെ USB മൊഡ്യൂളിന് ഒരു 5 വോൾട്ട് സപ്ലൈ കൊടുക്കണം. ഞാനൊരു ബക്ക് കൺവെർട്ടറാണ് ഉപയോഗിക്കുന്നത്, റെഗുലേറ്റർ IC അല്ല ഇടുന്നത്. ഞാനൊരു കൺവെർട്ടർ നമ്മുടെ ഒരു കവറിലേക്ക് സ്പേസർ ഉപയോഗിച്ചാണ് കണ്ടുപിടിപ്പിക്കുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് ഷോർട്ട് ആവാതിരിക്കുന്നതിന് വേണ്ടി. ഇനി ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് വയർ എടുക്കാം. നമുക്ക് 5 വോൾട്ടാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അതിനുള്ള വയർ കണക്ട് ചെയ്യുകയാണ്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഇൻപുട്ട് 12 വോൾട്ട് കൊടുക്കുന്നതിനുള്ള ഇൻപുട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ 12 വോൾട്ട് സപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും 5 വോൾട്ട് സപ്ലൈ എടുക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാം. ഞാനിത് ആദ്യം തന്നെ ഒരു 5 വോൾട്ടിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. 5.5 ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാനലിലേക്കുള്ള വയർ കണക്ട് ചെയ്യുകയാണ്. പവർ സപ്ലൈയുടെ വയർ പാനലിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാം, ഈ ഒരു റെഡ് സോക്കറ്റ് വരുന്നിടത്താണ് നമ്മൾ ഈ ഒരു 5 വോൾട്ട് സപ്ലൈ നമ്മുടെ ഒരു പാനലിലേക്ക് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പാനലിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് കണക്ടറുകൾ, ഒരുപാട് ക്ലിപ്പുകൾ ഇതിൽ കണക്ട് ചെയ്യാവുന്ന സോക്കറ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ഡീകോഡർ കൺട്രോളിലേക്കുള്ള വയറുകളും അതുപോലെ മൈക്കിൻ്റെ വയറുകളും അതുപോലെ ഔട്ട്പുട്ട് വയറുകളും ഒക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ സോക്കറ്റുകൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്.
ഞാനിപ്പോൾ ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മുടെ ആമ്പിൻ്റെ 4440 ആമ്പിൻ്റെ ഇൻപുട്ടിലേക്കുള്ള പാനലിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ കൺട്രോളിലേക്കുള്ള വയർ കണക്ട് ചെയ്യുക. സാധാരണ കൺട്രോളിലേക്ക് ഒരു 3 വയറാണ് വരുന്നത്. ഇതിൽ 4 വയറുണ്ട്, കാരണം ഇതിലൊരു ഡീകോഡർ സ്വിച്ച് കൂടി വരുന്നതുകൊണ്ട് 4 വയറുള്ള ഒരു സ്ട്രിപ്പാണ് അത് ഇതിൽ കണക്ട് ചെയ്യുന്നു. മൈക്ക് ഇപ്പോൾ നിലവിൽ ഇത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മൈക്കിൻ്റെ വയറും കണക്ട് ചെയ്യുന്നില്ല, മൈക്കിൻ്റെ സോക്കറ്റും പിടിപ്പിച്ചിട്ടില്ല. കാസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് മൈക്ക് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇനി ഒരു വയറുകളൊക്കെ ഒന്ന് ടൈ ചെയ്ത്, നമ്മൾ വയറിങ് ഒക്കെ തീർന്നിരിക്കുകയാണ്, വയറുകളൊക്കെ ഒന്ന് ടൈ ചെയ്ത് വൃത്തിയായിട്ട് ടൈ ചെയ്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഇതിലൊരു സ്ലീവൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഞാനതൊക്കെ പിന്നീട് വണ്ടിയിലേക്ക് പിടിപ്പിക്കുന്ന സമയത്താണ് സ്ലീവൊക്കെ ഇട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് ഓണാക്കി കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാനതൊന്ന് വെളിയിലേക്ക് എടുക്കുകയാണ്. ഈ വയറുകൾ ഇങ്ങനെ ഇട്ടാൽ പോരാ, ഇതൊക്കെ ഇവിടെ ടൈ അടിച്ചതിന് ശേഷം ഇവിടെ ഉറപ്പിച്ച് വെക്കേണ്ടതുണ്ട്. കാരണം നമ്മളിത് പുറത്തേക്ക് വലിച്ചാൽ നമ്മുടെ ബോർഡിൽ നിന്നും ഒക്കെ സപ്ലൈ വിട്ടുപോകും. അങ്ങനെ വിട്ടു പോകാത്ത രീതിയിൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഓണാക്കി കാണിച്ചു തരുന്നതിന് വേണ്ടി ഒന്ന് പിടിപ്പിച്ചു, ജസ്റ്റ് ഒന്ന് കവറൊന്ന് അടയ്ക്കുകയാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഈ ആമ്പ്, കാർഷീരിയ ആമ്പ് എങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2 സ്പീക്കറുകൾ പുതിയതാണ് വാങ്ങിച്ചിരിക്കുന്നത്, കാറിലേക്ക് ആയതുകൊണ്ട് പുതിയ 2 സ്പീക്കറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് JBL ഒന്നും അല്ല, ഒറിജിനലൊന്നും അല്ല. ഒരു 2 സ്പീക്കർ ഇതിൻ്റെ കസ്റ്റമർ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ വണ്ടിയിൽ നിലവിലുണ്ടായിരുന്ന ബോക്സുകളാണ് ഈ കാണുന്നത്. ആ ബോക്സിലേക്ക് തന്നെ ഇത് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഓൺ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചത്. കാരണം അത് ആ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ വേറൊരു, അതായത് നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്ന ഹൈ, അതുപോലെ മിഡ്, അതുപോലെ ലോ, ഈ 3 ഫ്രീക്വൻസികളും തിരിക്കുന്നതിന് വേണ്ടി ക്രോസ് ഓവറൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ബോക്സിലാണ് ആദ്യം പാട്ട് കേട്ടത്. ഇത് നമ്മളിപ്പോൾ 2 സ്പീക്കറുകൾ മേടിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ബോക്സാണിത്, കാറിലേക്ക് വെക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിൽ നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ക്വാളിറ്റി, സൗണ്ടിൻ്റെ ക്വാളിറ്റി വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് തന്നെ കേട്ട് ബോധ്യപ്പെടാവുന്നതാണ്. നമ്മളൊരു സെറ്റ് ഉണ്ടാക്കി, എത്ര നല്ല സെറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അതിൻ്റെ പുറത്തേക്കുള്ള സൗണ്ടിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്പീക്കറുകളിലാണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിത് പവർ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പവർ ഓൺ എന്ന് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്ലൂടൂത്ത് ആണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ മറ്റൊരു ഫോണാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഞാനിത് ആദ്യം ഒന്ന് അതായത് വീഡിയോയിൽ ഇപ്പോഴാണ് നമ്മൾ ഓൺ ചെയ്യുന്നതെങ്കിലും ഞാനിതൊന്ന് ഓൾറെഡി പെയർ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് പെയറായി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ പെയർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു സോങ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് നല്ലതാണെന്നോ മോശമാണെന്നോ ഒന്നും ഞാൻ തന്നെ പറയുന്നില്ല, കണ്ട് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ ഉപകാരം ആയിരിക്കുമെന്നാണ് കരുതുന്നത്. ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കേൾക്കാം.